കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ഹെൽത്തി എനർജി ബൈറ്റ്സിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായി പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇതിനായി ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ബദാം, കാഷ്യൂനട്ട്, പിന്നെ വാൾനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഇനി ഒരുപാട് നട്ട്സ് ഉണ്ടെങ്കിൽ, പിസ്താഷ്യോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ നട്ട്സ് എല്ലാം ചിലപ്പോൾ നേരിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരെന്തായാലും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പിസ്ത, എള്ള് അങ്ങനെയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പിള്ളേർക്ക് ഇതുപോലെ നമ്മൾ പൊടിച്ച് വേറെ ചോക്ലേറ്റിൻ്റെ കൂടെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറേ ഹെൽത്തി റെസിപ്പികളെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റോ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ആ ഒരു നട്ട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ചോക്ലേറ്റിൽ നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചതായിരുന്നു ചോക്ലേറ്റ്, കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട്. ചോക്ലേറ്റ് വേണമെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചൊരു ലിക്വിഡ് ഫോമിലുള്ളതായിരിക്കും നല്ലത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ കട്ടിയായതുകൊണ്ട് തന്നെ ഞാൻ കൈവച്ച് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മോൾഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള ചോക്ലേറ്റ് മൗൾഡ് കയ്യിലില്ലെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ട്രേ ഉണ്ടല്ലോ, അതിലാണെങ്കിലും സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒരു 20-30 മിനിറ്റ് ഫ്രീസറിൽ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി വെക്കാം. പെട്ടെന്ന് തന്നെ സെറ്റായി വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 20 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോക്ലേറ്റ് കൊടുക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കരപ്പാനി ഉണ്ടല്ലോ, അതിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്ന കേട്ടോ. ശർക്കരപ്പാനിയിലേക്ക് ആ ഒരു നട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒരു മൗൾഡിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെയുള്ള കുറേ ഹെൽത്തി റെസിപ്പികൾ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.